ഹലോ, അപ്പം നമുക്ക് ഈ ആക്കൊന്ന് പരീക്ഷിച്ച് നോക്കിയാലോ. അപ്പോൾ ഈ ചേച്ചി പറയണത് നമ്മളെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു ഫൗണ്ടേഷനും ഇഷ്ടപ്പെട്ട ലിപ്സ്റ്റിക് ഷെയ്ഡ് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് വാസ്ലൈനും ഇട്ട് കൊടുത്തിട്ട് ചൂടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു ബ്ലഷായി മാറുന്നു. അപ്പം നമുക്ക് ട്രൈ ചെയ്ത് നോക്കിയാലോ. അപ്പം വാ, ആദ്യം തന്നെ ഞാൻ അടുക്കളയിൽ പോയിട്ട് ഒരു സ്പൂൺ എടുത്തിട്ട് വന്നീന് കേട്ടോ. ഈ സ്പൂൺ എടുത്തിട്ട് വന്നതിന് ശേഷമാണ് എൻ്റെ തലയിൽ ബൾബ് കത്തിയത്. ആക്കണോ വേണ്ടേ എന്നുള്ളത് അവസാനം തീരുമാനിച്ച ആക്കാന്നുള്ളത് കേട്ടോ. പിന്നെ എൻ്റെ കയ്യിൽ ഫൗണ്ടേഷൻ ഇല്ലാത്ത കൊണ്ട് പോൺസിന്റെ BB ക്രീമാണ് കേട്ടോ ഞാൻ ഇതിൽ യൂസ് ആക്കണേ. നിങ്ങളെ കയ്യിൽ ഏതാ ഉള്ളത് അതിനെ നിങ്ങൾ യൂസ് ആക്കിക്കോളൂ. എൻ്റെ കയ്യിൽ ഫൗണ്ടേഷൻ ഇല്ലാത്ത കൊണ്ടാണ് ഞാൻ ഈ BB ക്രീം യൂസ് ആക്കിയിട്ടുള്ളത്. പിന്നെ രണ്ടും സെയിം ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ അവസാനത്തെ റിസൾട്ട് കിട്ടിയാൽ മതി. അതാണല്ലോ നമ്മളെ ഉദ്ദേശം. അപ്പോൾ അതിനായിട്ട് ഞാനിതാ കുറച്ച് പോൺസിന്റെ BB ക്രീം ഇട്ട് കൊടുത്തിന്. അതിലേക്ക് നമ്മളെ കയ്യിൽ ഏതാ ലിപ്സ്റ്റിക് ഉള്ളത് അതും കൂടി കുറച്ച് ഇട്ട് കൊടുത്തിന് കേട്ടോ. പിന്നെ കുറച്ച് വാസ്ലൈനും കൂടി ഇട്ടിട്ട് നല്ല മിക്സ് ആക്കി കൊടുക്കുക. അങ്ങനെ ഞാൻ നല്ലോണം മിക്സ് ആക്കി. കാരണം ഇത് മൂന്നും ഒന്ന് ചേരണ്ടേ, എന്നാലല്ലേ നമുക്ക് റിസൾട്ട് കിട്ടുള്ളൂ. മിക്സ് 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 കയ്യിലാക്കിയ മിക്സിങ് കുറവായിനെങ്കിൽ നാവിൽ പറഞ്ഞിട്ടെങ്കിലും മിക്സ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അത്രയൊട്ട മിക്സ് എന്ന് പറഞ്ഞത്. പിന്നെ അതിന് ശേഷം പെരുക്കുള്ള അടുപ്പിന്റെ മുട്ടിലോ അല്ലെങ്കിൽ ഗ്യാസിന്റെ മുട്ടിലോ എവിടെയും കൊണ്ടുപോയിട്ടൊന്ന് ചൂടാക്കിയിട്ട് വരിക. അപ്പം ഞാൻ കയ്യിലുള്ള മെഴുത്തിരി കൊണ്ടാണ് കേട്ടോ ചൂടാക്കിയിട്ടുള്ളത്. കയ്യിലുള്ള മെഴുത്തിരി കത്തിച്ചു കൊടുത്തിട്ട് സ്പൂൺ ഇതുപോലെ അതിന്റെ മേലേക്ക് വെച്ച് കൊടുത്തിട്ട് ചൂടാക്കി കൊടുത്തതാണ് കേട്ടോ. പിന്നെ നന്നായിട്ട് ചൂടാക്കി കൊടുത്തപ്പോൾ ഇതേ രീതിയിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. എന്നിട്ട് അതിന് ശേഷം ചൂടാറിന് മുന്നേ എന്നെപ്പോലെ ആക്രാന്തം കാണിച്ചിരുന്നുണ്ടെങ്കിൽ ഇതുപോലെ കൈ പൊള്ളാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് കേട്ടോ. അപ്പോൾ ചൂടാറിയതിന് ശേഷം മാത്രം ഫേസിലേക്ക് അപ്ലൈ ചെയ്താൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ കൈ പൊള്ളിയ പോലെ എൻ്റെ ഫേസും പൊള്ളാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. പിന്നെ ചൂടാറിയതിന് ശേഷം അത് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് നോക്കി കേട്ടോ. ആദ്യമൊന്നും വലിയ പ്രതീക്ഷ ഇല്ലെങ്കിലും അവസാനം അപ്ലൈ ചെയ്തിട്ട് നല്ലോണം ഒന്ന് ബ്ലെൻഡ് ആക്കി കൊടുത്തപ്പോൾ നല്ല റിസൾട്ടാണ് കേട്ടോ. നല്ല കളറും നല്ല ഷെയ്ഡായിട്ടാണ് കേട്ടോ എനിക്ക് കിട്ടിയിട്ടുണ്ടായത്. അപ്പോൾ ഇത് ഒരു അടിപൊളി ഹാക്കാണ് എനിക്ക് കിട്ടിയിട്ട്. പൗഡർ പിങ്ക് കളറാണ് കേട്ടോ എനിക്ക് കിട്ടിയിട്ടുണ്ടായത്. അത് കിട്ടാൻ വേറൊന്നല്ല കേട്ടോ, കാരണം ഞാൻ യൂസ് ആക്കിയിട്ടുണ്ടായത് ലിപ്സ്റ്റിക് ആൻഡ് ലിപ് ബാം രണ്ടും മിക്സ് ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക് ആണ് കേട്ടോ. അപ്പം നല്ല കളർ തന്നെ കിട്ടിയിട്ടുണ്ടായി. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എത്രക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്ന് എനിക്കറിയില്ല, പക്ഷെ നല്ലൊരു ഷെയ്ഡായിരുന്നു കേട്ടോ. അത് ഞാനിതാ ഫ്രണ്ട് ക്യാമറ ഇട്ട് കാണിച്ചു തരാം. നല്ല പിങ്ക് കളറായിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ ഇത് ബ്ലഷ് ആയിട്ടും അതുപോലെ തന്നെ ഹൈലൈറ്റർ ആയിട്ടും നമുക്ക് യൂസ് ആക്കാൻ പറ്റുന്നതാണ്. എവിടേക്കെങ്കിലും പോകുമ്പോൾ എപ്പോഴും ബ്ലഷ് യൂസ് ആക്കണവരാന്നുണ്ടെങ്കിൽ ഈ ആക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ലിപ്സ്റ്റിക് ആണെന്നുണ്ടെങ്കിൽ ബ്ലഷ് ആണെന്നുണ്ടെങ്കിൽ ഡാർക്ക് കളർ ഒന്നും യൂസ് ആക്കണം എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ഇത് നല്ല ലൈറ്റ് ഷെയ്ഡിൽ കിട്ടീന്. അപ്പോൾ ഓക്കെ ബായ്. നിക്ക് പോലെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകണം കേട്ടോ. നിക്ക് ഒരു കാര്യം കൂടി ഉണ്ട് പറയാൻ. എൻ്റെ പേർക്കത്തെ പോരാളി പോലത്തെ പോരാളി നിങ്ങളുടെ പേർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തെളിവ് നശിപ്പിച്ചു.